നമസ്കാരം ശ്രീ ജോസഫ് വാഴക്കൻ. നമസ്കാരം. ഈ ആദ്യം ഈ ടോളിനെതിരെ സമരം ചെയ്യുകയും ഇന്നത് യൂസർ ഫ്രീ എന്ന പേരിലേക്ക് മാറ്റി ജനങ്ങളിൽ നിന്ന് തന്നെ അതിന്റെ ലാഭം കൊയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നടപടി, അത് യഥാർത്ഥത്തിൽ ഇരട്ടത്താപ്പല്ലേ? ജനങ്ങളോടുള്ള ഒരു ചതി തന്നെയല്ലേ വ്യക്തമാക്കുന്നത്? ഈ കിഫ്ബി എന്ന ആശയം കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഇത് വലിയ ബാധ്യത സംസ്ഥാനത്തിനുണ്ടാക്കും. കാരണം ഇതിന് അക്കൗണ്ട് ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിന് പുറത്താണ്, ഓഫ് ബഡ്ജറ്റ് ആയിട്ടാണ് ഇവർ ഈ കിഫ്ബിയുടെ പണം കണ്ടെത്തുന്നതും ചെലവഴിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇവര് പറഞ്ഞിരുന്നത് ഇത് അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ ബാധ്യതയിൽ വരികയില്ല, ഇതിന് പുറത്തുള്ള വേറൊരു സംവിധാനം വഴിയാണ് ഈ പണം സമാഹരിക്കുന്നതും ചെലവഴിക്കുന്നതും എന്നാണ്. അന്ന് തന്നെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് അങ്ങനെ അല്ല എന്ന്. പിന്നീട് നമ്മൾ CAG ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു അതൊക്കെ സംസ്ഥാന ഗവൺമെന്റിന്റെ ബോറോ ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആണ്, സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യതയായി തന്നെയാണ് ഇത് വരുന്നത് എന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയിലാണ് ഇത് വാങ്ങുന്നത് എന്നും, അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ കടത്തിന്റെ അകത്ത് ഇതും വരും എന്ന് പറഞ്ഞതോടുകൂടിയാണ് പലപ്പോഴും ഇവർക്ക് കടമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിധി പിന്നെ കഴിഞ്ഞ് അവർക്ക് കടമെടുക്കാൻ കഴിയാതെ വരികയും സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുകയും അതിന് കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള പരാതികൾ ഇവർ ഉന്നയിക്കുകയൊക്കെ ചെയ്തത്. കേന്ദ്രമാണ് പരാതി ഉണ്ടായത് എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുള്ള കാര്യമല്ല. കാരണം എന്താന്ന് വെച്ചാൽ കേന്ദ്രം അവർക്ക് ന്യായമായി കിട്ടേണ്ട കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർ ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ ബഡ്ജറ്റിന് പുറത്ത് ഈ പണം അടിക്കുകയും അത് യാതൊരു കണക്കുമില്ലാതെ ചെലവഴിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് PWDയുടെ പേരിൽ കേരളത്തിൽ വള്ളച്ചുരുക്കം, നമ്മുടെ തൃപ്പൂണിത്തറ അതുപോലെ തന്നെ ചുരുക്കം ചില സ്ഥലത്ത് അന്ന് ടോൾ ഉണ്ടായിരുന്നു. അന്നത്തെ MLA മാർ, ഇപ്പൊ നമ്മുടെ സ്വരാജ് ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അന്ന് ടോളെല്ലാം അടിച്ചു പൊളിച്ചിതാ പുതിയ ഭരണം വന്നിരിക്കുന്നു, ഇനി ടോൾ രഹിതമായ ഒരു സംസ്ഥാനമായിരിക്കും കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്ന ടോളുകളെ പിന്നെ ടോൾ പ്ലാസകളൊക്കെ അടിച്ചു പൊളിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. അതിനകത്ത് നാഷണൽ ഹൈവേയിലുള്ള ടോളുകൾ മാത്രമേ നിൽക്കുന്നുള്ളൂ. കിഫ്ബിയിൽ പണിയുന്ന ഒരു കാര്യത്തിനും, ഒരു റോഡിനും ഒരു പാലത്തിനും ഇത്തരത്തിൽ ടോൾ ഏർപ്പെടുത്തുകയോ യൂസർ ഫീ ഏർപ്പെടുത്തുകയോ ചെയ്യില്ല എന്നാണ് നമ്മളോട് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്നിപ്പോ ഇടുത്തി പോലെ കേരളത്തിലെ ആളുകളുടെ തലയിലേക്ക് വീഴുകയാണ്. ഈ കിഫ്ബി കൊണ്ട് നിർമ്മിച്ച റോഡുകളിലൂടെയോ പാലത്തിലൂടെയോ എന്ത് നിർമ്മാണത്തിലോ ഇതിലൂടെ സഞ്ചരിച്ചാൽ ഈ AI ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫാസ്ടാഗിൽ നിന്നും പണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന മഹാക്രൂരതയാണ്. അതൊരു വലിയ ഇരുട്ടടിയായിരിക്കും. ഇപ്പോൾ തന്നെ എല്ലാ തരത്തിലും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന കേരള ജനതയുടെ മേൽ ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്ന ഒരു വലിയ ഭാരമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, കാലത്തിനൊത്ത് മാറുകയാണെന്നും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൊണ്ട് കുറച്ച് പണം നേട്ടം എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ടോളിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന രീതിയിലൊക്കെ TP രാമകൃഷ്ണന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ജനങ്ങൾക്ക് വേണ്ടി എന്ന രീതിയിലേക്കാണ് പാർട്ടി കൊണ്ടുവരുന്നത്. CPM-നൊക്കെ നേരം വിളിക്കാൻ ഒരുപാട് താമസിക്കുമെന്നുള്ളത് നമുക്ക് പണ്ട് തന്നെ ബോധ്യമുള്ളതാണ് ഒരുപാട് കാര്യങ്ങളില്. അത് ഈ സംസ്ഥാനത്ത് പിന്നെ കാർഷിക വിപ്ലവം ഉണ്ടായ കാലത്തും കമ്പ്യൂട്ടറിന്റെ വരവിന്റെ കാലഘട്ടത്തിലും ഈ രാജ്യത്തുണ്ടായിട്ടുള്ള എല്ലാ ചേഞ്ചിന്റെ സമയത്തും ഇതുപോലെയൊക്കെ ആയിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അന്നത്തെ പ്രതിപക്ഷവും അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിക്കെതിരെ CPM-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ, ഈ കിഫ്ബിയുടെ പണമെടുത്ത് ഈ വലിയ ബാധ്യതയിലേക്ക് കാര്യത്തെ നീക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് വളരെ അപകടം ചെയ്യും എന്ന് പറഞ്ഞിരുന്നതാണ്, മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ആ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് ഇവര് ഈ വലിയ പണമെല്ലാം ഈ സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ, ലോകത്തെ എവിടെ നിന്ന് കിട്ടുമെങ്കിലും അവസാനം നമ്മുടെ മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി അവിടെ നിന്നും പിന്നെ പണമെടുക്കുന്നത് വലിയ നേട്ടമായിട്ടും അവിടെ മണിയടിക്കുന്നതിന്റെ ഒക്കെ എന്തോ ഒരു വലിയ പരസ്യമായിരുന്നു ഇവിടെ കൊടുത്തിരുന്നത്. അങ്ങനെ നമുക്ക് താങ്ങാവുന്നതിന് അധികം കടബാധ്യത ഉണ്ടാക്കി വെച്ചിട്ട് സംസ്ഥാനത്തിന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ വേണ്ടിയാണ് ഇന്നലെ വരെ പറഞ്ഞിരുന്നതിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്നത്.
വലിയ ബാധ്യത ഉണ്ടാക്കി വെച്ചു. ഈ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തുന്ന ഒരു ശ്രമമാണ്. അപ്പൊ ഇത് കേരളം അറിഞ്ഞിരിക്കണം. ഈ സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 9 വർഷം കൊണ്ട് ഈ സംസ്ഥാനത്തെ വലിയ കടക്കണിയിലാക്കിയിരിക്കുന്നു. സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് ഏതു വിധേന ആരെ ഞെക്കിപ്പിഴിഞ്ഞാണെങ്കിലും ആരെ കൊന്നിട്ടാണെങ്കിലും ഇവിടെ ഏത് വിധത്തിലും പണം ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ കിഫ്ബി റോഡ് വഴി സഞ്ചരിക്കുന്നവന് പോലും പണം കൊടുക്കേണ്ട ഒരു വലിയ ഗതികേട് ഉണ്ടാകുന്നത്. ഇതൊരു വലിയ നമ്മളോട് പറഞ്ഞിട്ടുള്ളതിനും ഇന്നലെ വരെ പറഞ്ഞിട്ടുള്ളതിനും തികച്ചും വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് നടക്കുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്.